വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുൽപ്പള്ളിയിലെ മാവിലാം തോടുള്ള പഴശ്ശി സ്മാരകമാണ്. പഴശ്ശിയുടെ ഓർമ്മകൾ ഒഴുകുന്ന മാവിലാം തോട്. കാലപ്രവാഹത്തിൽ മാവിലാം തോടിന്റെ ഓളങ്ങൾ ഓർമ്മകളെ ഒഴുക്കി കൊണ്ടുപോകുമ്പോഴും പഴശ്ശി അമരനാണ്. ബ്രിട്ടീഷ് സൈന്യത്തിന് പിടികൊടുക്കാതെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തുവെന്നും ബ്രിട്ടീഷ് ആക്രമണത്തിന് തൊട്ടുമുന്നിൽ സ്വയം മുറിവേൽപ്പിച്ച് ജീവനൊടുക്കിയെന്നതെല്ലാം കാലം പറഞ്ഞ കഥ. ഇതിനൊന്നും തിരുത്തലില്ലാതെ നാടെല്ലാം ഇപ്പോഴും വീരപഴശ്ശിയെ നെഞ്ചിലേറ്റുന്നു. അപ്പോഴും ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിയെ കീഴ്പ്പെടുത്തിയതിൻ്റെ അധ്യായങ്ങൾ പൊടിപിടിച്ചു കിടക്കുന്നു. ഘോരവനത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് ഈ പോരാട്ടത്തെ ഏറെക്കാലം ഇവർ തന്നെ പുറം ലോകത്തു നിന്ന് അകറ്റി നിർത്തി. ഇംഗ്ലീഷ് സൈന്യം ഒടുവിൽ ഈ നാടിൻ്റെ ആധിപത്യം സ്വീകരിച്ചപ്പോഴും നാട്ടുരാജ്യങ്ങൾക്ക് പഴശ്ശിയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. വയനാടിൻ്റെ നാട്ടുവഴികളിൽ പഴശ്ശി പോരാട്ടത്തിൻ്റെ ചരിത്രം തേടിയുള്ള ഓരോ യാത്ര അതുകൊണ്ട് തന്നെ അവിസ്മരണീയമാണ്. പഴയകാല ജന്മീഭവനങ്ങൾ തൊട്ട് പടയാളികളായ കുറിച്യ തറവാടുകളിൽ നിന്നും പഴശ്ശിയുമായുള്ള ഇണക്കങ്ങളുടെ ചരിത്രമറിയാം. പഴശ്ശിത്തന്ത്രങ്ങൾ മെനഞ്ഞ കൂഞ്ഞോം കാടുകൾ മുതൽ പഴശ്ശി ഒറ്റുകൊടുക്കപ്പെട്ട നിലവിൽപ്പുഴയിലെ ഒറ്റുപാറയും കടന്ന് ഗ്രാമവഴികളിലൂടെ നീളുന്നു ഈ യാത്രകളെല്ലാം. കേണൽ ബേബറുടെ മഞ്ചത്തിൽ തികഞ്ഞ ആദരവോടെ പുൽപ്പള്ളിയിലെ മാവിലാം തോടിൻ്റെ കരയിൽ നിന്നും മാനന്തവാടിയിലെ കുന്നിൻ മുകളിലേക്കായിരുന്നു 1805 നവംബറിൽ ഈ വീരപുരുഷന്റെ അന്ത്യയാത്ര. പുൽപ്പള്ളിയിലെ മാവിലാം തോടിന്റെ കരയിലുള്ള രക്തസാക്ഷി മണ്ഡപവും മാനന്തവാടിയിലെ പഴശ്ശി കുടീരവും ചരിത്രാന്വേഷികളുടെ സഞ്ചാരം കൊണ്ട് ഇന്ന് ശ്രദ്ധേയമാണ്. ആൽമരച്ചുവട്ടിൽ ഒരു നൂറ്റാണ്ടോളം കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ബാലനായിരിക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പരദേവതയായ മുഴക്കുന്നിൽ ശ്രീ മൃദംഗശൈലേശ്വരി ഭഗവതിയെ സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത പഴശ്ശിരാജ തൻ്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തുസൂക്ഷിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. 1805 നവംബർ 30 മാവിലംതോട്ടിൽ തീരത്ത് വെച്ച് മരിച്ചു. പഴശ്ശി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചുവെന്നും രണ്ട് വാദമുണ്ട്. പഴശ്ശിയുടെ തലയ്ക്ക് കമ്പനി 3000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പഴശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണവത്ത് നമ്പ്യാരെയും ഇടച്ചേന കൊങ്കനെയും വധിച്ച് തല വെട്ടിയെടുത്ത് പ്രദർശിച്ചു. ശത്രുവിൻ്റെ വെടിയേറ്റ് മരിക്കുന്നത് പഴശ്ശിയെപ്പോലൊരാൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ തരമില്ല. കൂടാതെ പഴശ്ശിയെ വകവരുത്താൻ നിയുക്തനായ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കളക്ടർ തോമസ് എച്ച് ബേബർ ബേബറിൻ്റെ റിപ്പോർട്ടിൽ പഴശ്ശിയെ 100ഓളം കോൾക്കാരും ബ്രിട്ടീഷ് അനുകൂലിയായ കരുണാകര മേനോനും വളഞ്ഞുവെന്നും കരുണാകര മേനോനെ കണ്ട പഴശ്ശി മാറി നിൽക്ക്, എന്നെ തൊട്ടുപോകരുത് എന്ന് കൽപ്പിക്കുകയും പിന്നെ കേൾക്കുന്നത് ഒരു വെടിശബ്ദമാണ് എന്നും പറയുന്നു. അതിനാൽ പഴശ്ശി സ്വയം വെടിവെച്ച് ജീവത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പഴശ്ശി സ്മാരകത്തിൽ ഒരു പാർക്ക് തന്നെയുണ്ട്. കുട്ടികൾക്ക് ഇവിടെ ഊഞ്ഞാലാടാനും ഇവിടെ നിന്ന് ഫോട്ടോസുകൾ എടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം പൂക്കളുടെ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് വീര പഴശ്ശി മരിച്ച സ്ഥലം. കേരള സിംഹമായിട്ടുള്ള പഴശ്ശി തമ്പുരാൻ്റെ രക്തസാക്ഷി സ്മാരകമാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചാണ് പഴശ്ശി രാജാവ് കൊല്ലപ്പെട്ടത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പരമാവധി ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.